ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവം കുറഞ്ഞൊരു തെറ്റായി വ്യഭിചാരം മാറി. അത് ഇന്നോടത്ത് നിന്നൊന്നുമില്ല. മഹല്ല് സംഗമത്തിന് പോകുമ്പോഴാണെങ്കിലും വ്യഭിചാരം തന്നെയാണ്. കുടുംബ സംഗമത്തിന് പോകുമ്പോഴാണെങ്കിലും വ്യഭിചാരം തന്നെയാണ്. പാസ്പോർട്ട് ഓഫീസിക്ക് പോയപ്പോഴാണെങ്കിലും വ്യഭിചാരം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും എയർപോർട്ടിൽ നിന്നാണെങ്കിലും വ്യഭിചാരം അല്ലാതാവുന്നില്ല. അത് വ്യഭിചാരം തന്നെയാണ്. കുടുംബജീവിതം വിജയിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേത്ര വ്യഭിചാരം ചെയ്യാതിരിക്കലാണ്. നമ്മൾ നിക്കാഹിന് ചെന്നാൽ നിക്കാഹിൻ്റെ സദസ്സിൽ ഖത്തീബ് ഒരു ഖുത്ബ ഓതും. അതിലൊരു ഹദീസ് ഉണ്ടാവും, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗളു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അത് കണ്ണിനെ ചിമ്മിപ്പിക്കുന്നതും ഗുഹ്യത്തെ നന്നാക്കുന്നതുമാകുന്നു. കണ്ണ് ചിമ്മി ഗുഹ്യം നന്നാക്കുക എന്ന ഹദീസിലുണ്ട്. നേത്ര വ്യഭിചാരി ലൈംഗിക ശേഷി കുറഞ്ഞവനായിരിക്കും. എല്ലാവർക്കും അവനാനെ പറ്റി അറിയാലോ, വേറൊരു പറ്റിയല്ലേ അറിയുള്ളൂ. നേത്ര വ്യഭിചാരി കാണുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കണവൻ ലൈംഗിക ശക്തി കുറഞ്ഞവനായിരിക്കും. അവനാനെ പറ്റി അവനാനെ ഏതായാലും അറിയാം, ഓൻ്റെ പെണ്ണുങ്ങൾക്കും അറിയാം. വന്നതിനാലെ കുടുങ്ങിയെന്ന് വിചാരിക്കണ്ട, ചില കുടുക്കങ്ങളൊക്കെ കുടുങ്ങിയിട്ട് തന്നെ ഇവിടുന്ന് പോവുള്ളൂന്ന്. നേത്ര വ്യഭിചാരി കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവനായിരിക്കും. ഇത് ഹദീസാണ്, മുഹമ്മദ് നബി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിൻ്റെ ഇൽമാണ്. ഇൽമുകളിൽ ഏറ്റവും ഉറപ്പുള്ള ഇൽമു വഹയിൻ്റെ ഇൽമാണ്. അനുഭവജ്ഞാനത്തെക്കാൾ ഉറപ്പുള്ള ഇൽമാണ് വഹയിൻ്റെ ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നേത്ര വ്യഭിചാരി കുടുംബജീവിതത്തിൽ പരാജയപ്പെടും. ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ വ്യഭിചാരം ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്, നാവിൻ്റെ വ്യഭിചാരം സംസാരമാണ്, കയ്യിൻ്റെ വ്യഭിചാരം തൊടലാകുന്നു. അത് ബസ്സിലെ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുമ്പോഴാണെങ്കിലും ശരി. കയ്യിൻ്റെ വ്യഭിചാരം തൊടലാണ്. കാലിൻ്റെ വ്യഭിചാരം നടത്തമാകുന്നു. വ്യഭിചാരം പലതുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വ്യഭിചാരമുണ്ട്, മൊബൈൽ ഫോണുമേ. സ്റ്റാൻഡേർഡ് വ്യഭിചാരമുണ്ട് നിശാ ക്ലബ്ബുകളിൽ. ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. വ്യഭിചാരം ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം പലിശയാണ്. എല്ലാവരും ചെയ്താൽ എനിക്കുമാകാം എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. എല്ലാവരും ഇപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ തന്നെയല്ലേ വിരപ്പണി നടത്തുന്നത്, എന്നാൽ പിന്നെ കുഴപ്പമില്ല, എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്കും ചെയ്യാം. നാളെ എനിക്കിങ്ങനെ തോന്നി, ഇനി എൻ്റെ മോനും പിന്നെ കബീർ ബാക്കൈ പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷിൻ്റെ മാതിരി തലയത്തെ മുടി വെട്ടി വന്നാൽ ഞാൻ ഒന്നും പറയാതിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഒരിക്കൽ. കാരണം സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട്. 1500 കൊല്ലമായിട്ട് മൂമിനീങ്ങൾ 3 തരത്തിലാണ് മുടി വെട്ടിയത്. ഒന്ന്, മുടി ഒരുമിച്ച് വളർത്തി ബാക്കിൽ മുറിക്കും. കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അയിമ തലയെ കെട്ടും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. രണ്ടാമത്തേത്, ഒരേപോലെ വെട്ടി ചെറുതാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും മുടി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുറിച്ച് കളയുന്ന രീതി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഒരുപോലെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ മുടി മുഴുവനായും വടിച്ചു കളയുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടുകൂടി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഒന്ന്, ഒരേപോലെ വളർത്തി ബാക്കിൽ കട്ട് ചെയ്യുക. കടമ്പ മൂസാക്ക് അങ്ങനെ മുടി വളർത്തുക, നല്ലതാണ്. രണ്ടാമത്തത്, ഒരുപോലെ വെട്ടി ചെറുതാക്കുക. മൂന്നാമത്തത്, ഒരേമാതിരി കട്ട് ചെയ്ത് വടിച്ച് കളയുക. പഴയകാല സൂഫികളൊക്കെ ആ രീതിയാണ് സ്വീകരിക്കാറുള്ളത്. ഇത് 3 അല്ലാത്ത രീതി അന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരിക്കൽ ഒരു സഹാബി തൻ്റെ കുട്ടിയെയുമായി വന്നു. മുടി കുറേ ചെത്തിങ്ങാണ്ട് ബാക്കി നിർത്തിയിട്ടുണ്ട്, അനക്ക് എൻ്റെ കുട്ടിൻ്റെ മുടി എല്ലാ സ്ഥലവും ഒരേമാതിരി വെട്ടിക്കൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അയാൾ അപ്പം തന്നെ പോവുകയും മുടി ശരിയാക്കിയിട്ട് വരികയും ചെയ്തു.
കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് ജൂത സൈന്യത്തെയും മുസ്ലിം സൈന്യത്തെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ കൊണ്ടുവന്നതായിരുന്നു അല്പം കട്ട് ചെയ്ത് അല്പം നിർത്തുക എന്ന ശൈലി. ഇനി അമ്മക്ക് വേണോ നമ്മളെ കുട്ടികൾക്ക് വേണോ എന്ന് ആലോചിക്കാവുന്നതാണ്. സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട്. എല്ലാവരും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കും ചെയ്യാം, ഇങ്ങനൊരു വിചാരം. ടൈറ്റ് പാൻറ് വ്യഭിചാരികളെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. നമുക്ക് ആർക്കും വ്യഭിചാരികളെ ഇഷ്ടമല്ല. വ്യഭിചാരികളെ തിരിച്ചറിയാൻ അടയാളമുണ്ട്. വ്യഭിചാരികളായി നമ്മുടെ നാട്ടിൽ അധികമുള്ളത് സ്ത്രീകളാണ്. പക്ഷെ നമ്മുടെ നാട് വിട്ടാൽ വ്യഭിചാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ, വ്യഭിചാരികളായി വ്യഭിചരിക്കാൻ നിന്നു കൊടുക്കുന്നവർ, പണം പറ്റി വ്യഭിചാരത്തിന് വിധേയരാകുന്നവർ പുരുഷന്മാരാണ് കൂടുതൽ. പുരുഷ വ്യഭിചാരികളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ചന്തി ലാമിനേഷൻ ചെയ്ത പാൻറ്. വേണമെങ്കിൽ ചെയ്തോളി, അല്ലെങ്കിൽ ഒഴിവായിക്കോളി. വിഷയം അറിഞ്ഞതിന് ശേഷം ചെയ്യലും അറിയാതെ ചെയ്യലും രണ്ടാണല്ലോ. അറിഞ്ഞിട്ടും ചെയ്യാം, ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അടയാളം കാട്ടിക്കോട്ടെ എന്നാണെങ്കിൽ കാട്ടിക്കോട്ടെ. സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരമുണ്ട്. അതിൽപ്പെട്ടതാണ് പലിശ. സാർവത്രികമായ അമ്മക്കും ആവാന്നാണ്. ഇസ്ലാം ദീനിൽ ആചാരങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ആചാരം മാത്രം പോരാ, അനുഷ്ഠാനം വേണം. അനുഷ്ഠാനം മാത്രം പോരാ, ആചാരവും വേണം. 5 വക്തിനും പള്ളിക്കുണ്ടാവും. സുബഹി ജമാഅത്തിന് വരും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുക. എന്നിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ ഹലാൽ ചിക്കൻ തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ആചാരം പോരാ, അനുഷ്ഠാനം വേണം. അനുഷ്ഠാനം പോരാ, ആചാരം വേണം. രണ്ടും ക്ലിയർ ആണോ? എല്ലാവരും ചെയ്താൽ നമുക്കും ആവാന്നൊരു തീരുമാനമുണ്ട്. അത് മുഅ്മിനിന് ചോദിച്ചതല്ല. മുഅ്മിനിന് അവൻ്റെതായ നിലപാടുകളുണ്ട്, ഉണ്ടാവണം. പലിശൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാർവത്രികമായതുകൊണ്ടൊരു വിഷയം അനുവദിക്കപ്പെടൂല. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അനുവദിക്കപ്പെടുക എന്നുള്ളൊരു കാര്യമില്ല. അതുകൊണ്ട് രണ്ടാമത്തത് പലിശയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതയാണ് ഏറ്റവും കുറഞ്ഞു വരുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് റിദ്ദത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. മുർത്തദ്ദാവുക എന്ന് പറഞ്ഞതൊരു പേടിയില്ലാത്ത വിഷയമാണ്. മുർത്തദ്ദാവുക എന്നുള്ളൊരു പേടിയില്ല. കോരനുണ്ടോ കാഫിറാകണ പേടി എന്ന് പറഞ്ഞ മാതിരിയാണ്. കോരന് കാഫിറാകണ പേടിയില്ലല്ലോ. റിദ്ദത്തിൻ്റെ കാര്യം ആർക്കും ഒരു പേടിയില്ലാത്ത വിഷയമാണ്. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിലുള്ളതിനേക്കാൾ ഗൗരവമാണ് നിസ്കാരത്തെ പരിഹസിച്ചാൽ. ഹജ്ജിന് പോയില്ലെങ്കിലുള്ളതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഹജ്ജിനെ പരിഹസിച്ചാൽ. ഇസ്തിഹ്സാ റിദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറും. പള്ളിയെ പരിഹസിച്ചാൽ, ഖുർആനിനെ പരിഹസിച്ചാൽ. പരിഹാസം ഇന്നൊരു പ്രശ്നമല്ല. നമുക്ക് ആരെയും പരിഹസിക്കാം, വാപ്പാനെയും പരിഹസിക്കാം എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. പരിഹാസം നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഇസ്തിഹ്സാ ഭ്രാന്തനെ പോലും പരിഹസിക്കാൻ പാടില്ല. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അവിടെയാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഭ്രാന്തൻ ആരാ? ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണ്. നമ്മളൊക്കെ ഭ്രാന്തില്ലാത്തവരാണ്. നമ്മളിങ്ങനെ കിതാബും കെട്ടൊക്കെ ഇങ്ങനെ തൊക്കിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ മീസാൻ എന്ന തുലാസിൻ്റെ അടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഭ്രാന്തം കാണാൻ ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെയാണ് പോണു. ഒന്ന് ഹിസാബില്ല. ഹിസാബില്ല എന്ന് പറഞ്ഞാൽ ഹിസാബുൻ അസീർ എന്ന പ്രയാസകരമായ ഹിസാബില്ല. ഹിസാബുൻ യസീർ മാത്രമേ ഉള്ളൂ. അവന് വേണം പോവും, കഴിച്ചിലായി പോവും.